എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. രാജാറാം മോഹൻ റോയിയെ തൻ്റെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കിയ കേരളത്തിലെ നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനായിരുന്നു രാജാറാം മോഹൻ റോയിയെ തൻ്റെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കിയ കേരളത്തിലെ നവോത്ഥാന നായകൻ. രാജയോഗാനന്ദ കൗമുദി യോഗശാലയുടെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് രാജയോഗാനന്ദ കൗമുദി യോഗശാലയുടെ സ്ഥാപകൻ. രാജയോഗ രഹസ്യം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് രാജയോഗ രഹസ്യം രചിച്ചത്. 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിത AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മയായിരുന്നു 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിത. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ ഏത് പത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഭിനവ കേരളം. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ ഈ വരികൾ അഭിനവ കേരളം എന്ന പത്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വാഗ്ഭടാനന്ദൻ്റെ പ്രസിദ്ധീകരണമായിരുന്നു അഭിനവ കേരളം. ഉദ്യാന വിരുന്ന് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ രചനയാണ് ഉദ്യാന വിരുന്ന്. ലണ്ടനിൽ നിയമബിരുദം നേടിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് KP കേശവമേനോൻ. KP കേശവമേനോനാണ് ലണ്ടനിൽ നിയമബിരുദം നേടിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്നു KP കേശവമേനോൻ. ലങ്കാമർദ്ദനം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് ലങ്കാമർദ്ദനം രചിച്ചത്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന മത പാർലമെൻറ്റിൽ പങ്കെടുത്ത വർഷം 1893. 1893 സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ വെച്ച് നടന്ന മത പാർലമെൻറ്റിൽ പങ്കെടുത്തത്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ പ്രസംഗം ആരംഭിച്ചത് അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജനദിനമായി ആചരിക്കുന്നു. എൻ്റെ നമ്പർ 1 ശത്രു അയിത്തം ആചരിക്കുന്നവനും നമ്പർ 2 ശത്രു അവനെ സഹായിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞത് സ്വാമി ആനന്ദതീർത്ഥൻ. സ്വാമി ആനന്ദതീർത്ഥൻ്റെ വാക്കുകളാണ് എൻ്റെ നമ്പർ 1 ശത്രു അയിത്തം ആചരിക്കുന്നവനും നമ്പർ 2 ശത്രു അവനെ സഹായിക്കുന്നവനുമാണ് എന്നത്. എവിടെയാണ് പണ്ഡിറ്റ് കറുപ്പൻ കല്യാണദായിനി സഭ സ്ഥാപിച്ചത്? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിലായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ കല്യാണദായിനി സഭ സ്ഥാപിച്ചത്. എവിടെയാണ് വാഗ്ഭടാനന്ദൻ പ്രീതി ഭോജനം നടത്തിയത്? കോഴിക്കോട്. കോഴിക്കോട് വെച്ചായിരുന്നു വാഗ്ഭടാനന്ദൻ പ്രീതി ഭോജനം നടത്തിയത്. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത് വക്കം മൗലവി. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്നത് വക്കം മൗലവിയുടെ വാക്കുകളായിരുന്നു. സ്വദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ കൂടിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂറിൽ നിന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തീയതി 1910 സെപ്റ്റംബർ 26. 1910 സെപ്റ്റംബർ 26 തിരുവിതാംകൂറിൽ നിന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി 1936 നവംബർ 12. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. 1904 പ്രസിദ്ധീകരണം ആരംഭിച്ച വിവേകോദയത്തിൻ്റെ ആദ്യ ഔദ്യോഗിക എഡിറ്ററായിരുന്നത് M. ഗോവിന്ദൻ. M. ഗോവിന്ദനായിരുന്നു 1904 പ്രസിദ്ധീകരണം ആരംഭിച്ച വിവേകോദയത്തിൻ്റെ ആദ്യ ഔദ്യോഗിക എഡിറ്റർ. SNDP യോഗത്തിൻ്റെ മുഖപത്രമായിരുന്നു വിവേകോദയം. യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാകവി കുമാരനാശാനായിരുന്നു പത്രാധിപർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരിലാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം.
എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്ന പുസ്തകം രചിച്ചത് എ കെ ഗോപാലൻ. എ കെ ഗോപാലൻ്റെ രചനയാണ് എൻ്റെ പൂർവ്വകാല സ്മരണകൾ. എൻ്റെ ഡയറി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകൻ എ കെ ഗോപാലൻ. എ കെ ഗോപാലനാണ് എൻ്റെ ഡയറി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകൻ. ഏതുതരം രചനയാണ് സാവിത്രി അഥവാ വിധവ വിവാഹം? നാടകം. ലളിതാംബിക അന്തർജനം രചിച്ച ഒരു നാടകമായിരുന്നു സാവിത്രി അഥവാ വിധവ വിവാഹം. ഏത് നവോത്ഥാന നായകൻ്റെ ജന്മഗൃഹമാണ് ഉള്ളൂർക്കോട് വീട്? ചട്ടമ്പി സ്വാമികൾ. നവോത്ഥാന നായകനായിരുന്ന ചട്ടമ്പി സ്വാമികളുടെ ജന്മഗൃഹമാണ് ഉള്ളൂർക്കോട് വീട്. ഏത് പത്രത്തിലാണ് ഡോക്ടർ പൽപ്പു തിരുവിതാംകോട്ട തീയൻ എന്ന ലേഖനം എഴുതിയത്? മദ്രാസ് സ്റ്റാൻഡേർഡ്. മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിലായിരുന്നു ഡോക്ടർ പൽപ്പു തിരുവിതാംകോട്ട തീയൻ എന്ന ലേഖനം എഴുതിയത്. ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്നഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? തൈക്കാട്ട് അയ്യ. തൈക്കാട്ട് അയ്യാവായിരുന്നു ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാമെന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയായിരുന്നു വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത്. കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത്? കുമാരനാശാൻ. കുമാരനാശാനാണ് കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത്. വില്ലുവണ്ടി സമരം നയിച്ചത്? അയ്യങ്കാളി. അയ്യങ്കാളിയായിരുന്നു വില്ലുവണ്ടി സമരം നയിച്ചത്. വക്കം മൗലവിയുടെ അറബി മലയാളം മാഗസിൻ? അൽ ഇസ്ലാം. അൽ ഇസ്ലാമാണ് വക്കം മൗലവിയുടെ അറബി മലയാളം മാഗസിൻ. വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യം? കരുണ. കരുണ എന്ന കാവ്യമാണ് വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യം. വയലാർ ഗർജിക്കുന്നു എന്ന പദ്യം രചിച്ചത്? പി ഭാസ്കരൻ. പി ഭാസ്കരൻ്റെ രചനയാണ് വയലാർ ഗർജിക്കുന്നു എന്ന പദ്യം. ഒരു കാലത്ത് തിരുവനന്തപുരത്ത് ഹജൂർ കച്ചേരിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് ഒരു കാലത്ത് തിരുവനന്തപുരത്ത് ഹജൂർ കച്ചേരിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്. വാകത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്? പൊയ്കേൽ യോഹന്നാൻ. പൊയ്കേൽ യോഹന്നാൻ ആയിരുന്നു വാകത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയായിരുന്നു ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ? എ കെ ഗോപാലൻ. എ കെ ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. SNDP യോഗത്തിൻ്റെ ആസ്ഥാനം? കൊല്ലം. കൊല്ലമാണ് SNDP യോഗത്തിൻ്റെ ആസ്ഥാനം. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന? വാവൂട്ട് യോഗം. വാവൂട്ട് യോഗമാണ് SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന. മന്നത്ത് പത്മനാഭൻ്റെ ജീവശിഖ ജാഥ പുറപ്പെട്ട സ്ഥലം? അങ്കമാലി. അങ്കമാലിയിൽ നിന്നുമായിരുന്നു മന്നത്ത് പത്മനാഭൻ്റെ ജീവശിഖ യാത്ര പുറപ്പെട്ടത്. ആർ ശങ്കറുമായി ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനായിരുന്നു ആർ ശങ്കറുമായി ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത്. കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. ആറാട്ടുപുഴ വേലായുധപ്പണിക്കറായിരുന്നു കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. ആറാട്ടുപുഴ വേലായുധപ്പണിക്കറാണ് കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെൺനീജൻ എന്ന് വിശേഷിപ്പിച്ചത്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെൺനീജൻ എന്ന പേരിൽ വിശേഷിപ്പിച്ചത്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളാണ്
കേരള വിവേകാനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് കൃഷ്ണൻ നമ്പ്യാതിരി എന്നായിരുന്നു. ആഗമാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകൾ: അമൃതവാണി, പ്രബുദ്ധ കേരളം. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നിവയാണ് ആഗമാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകൾ. വിവേകാനന്ദ സന്ദേശം, വിഷ്ണു പുരാണം എന്നീ കൃതികൾ രചിച്ചത് ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളുടെ രചനകളായിരുന്നു വിവേകാനന്ദ സന്ദേശം, വിഷ്ണു പുരാണം എന്നീ കൃതികൾ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ. ഇ വി രാമസ്വാമി നായ്ക്കറായിരുന്നു സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. പുരട്ചി എന്ന പത്രം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ. പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കറാണ് പുരട്ചി എന്ന പത്രം ആരംഭിച്ചത്. അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയാനും ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തം അലൂമിനിയം സൾഫേറ്റ്. അലൂമിനിയം സൾഫേറ്റ് ആണ് അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയാനും ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തം. പാചകവാതകം LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിലെ പ്രധാന ഘടകങ്ങൾ: ബ്യൂട്ടേൻ, പ്രൊപ്പേൻ. ബ്യൂട്ടേനും പ്രൊപ്പേനുമാണ് LPGയിലെ പാചകവാതകത്തിലെ പ്രധാന ഘടകങ്ങൾ. വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവാണ്? വൈറ്റമിൻ ബി. വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമാണ് വായ്പുണ്ണ് ഉണ്ടാകുന്നത്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഗ്ലാസ്. ഗ്ലാസ് ആണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത്. ശ്രീനഗറിലെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. സോജില ചുരമാണ് ശ്രീനഗറിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ഭക്ഷണങ്ങളുടെ രുചിയും മണവും ചേർത്ത് ഉമാമി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രാഥമിക രാസവസ്തു അജിനോമോട്ടോ, മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. അജിനോമോട്ടോയാണ് ഭക്ഷണങ്ങളുടെ രുചിയും മണവും വർദ്ധിപ്പിച്ച് ഉമാമി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രാഥമിക രാസവസ്തു. ബ്ലാക്ക് ബോർഡിൽ എഴുതുവാൻ ഉപയോഗിക്കുന്ന ചോക്കിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് എന്നതാണ് ബ്ലാക്ക് ബോർഡിൽ എഴുതുവാൻ ഉപയോഗിക്കുന്ന ചോക്കിൻ്റെ രാസനാമം. പുതിയ 10 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം കൊണാർക്ക് സൂര്യക്ഷേത്രം. പുതിയ 10 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൻ്റെ ചിത്രമാണ്. പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകൾ. തന്മാത്രകളാണ് പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്ന് അറിയപ്പെടുന്നത്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ബാരോമീറ്ററാണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നൃത്തരൂപം ഭരതനാട്യം. ഭരതനാട്യമാണ് ചലിക്കുന്ന കാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നൃത്തരൂപം. മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു. നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് പീലിക്കോട് പഞ്ചായത്ത്. പീലിക്കോട് പഞ്ചായത്താണ് നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്. കർഷണം കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഖരസ്നേഹകം ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് കർഷണം കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഖരരൂപത്തിലുള്ള സ്നേഹകം. ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷം 1705. ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ചത് 1705 മനുഷ്യനും മറ്റ് ജീവികളും പ്രവൃത്തി ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ബലം പേശീബലം. മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ബലം പേശീബലം എന്നാണ് അറിയപ്പെടുന്നത്. കഥകളിയുടെ ആദ്യ ചടങ്ങ് ഏതാണ്? കേളി. കഥകളിയുടെ ആദ്യ ചടങ്ങ് കേളി എന്ന പേരുള്ള ചടങ്ങാണ്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ AR റഹ്മാൻ. AR റഹ്മാനാണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും ആരുടെ കൃതിയാണ്? VT ഭട്ടതിരിപ്പാട്.
VT ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്നത്. പഞ്ചകല്യാണി നിരൂപം എന്ന കൃതിയുടെ കർത്താവ് മന്നത്ത് പത്മനാഭൻ. പഞ്ചകല്യാണി നിരൂപം എന്ന കൃതിയുടെ കർത്താവ് മന്നത്ത് പത്മനാഭനാണ്. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി. നെല്ലിക്കാംപെട്ടി എന്നതായിരുന്നു തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്. കേരളത്തിൻ്റെ 14ാമത്തെ ജില്ലയായി കാസർഗോഡ് രൂപം കൊണ്ടത് എന്നായിരുന്നു? 1984 മെയ് 24. കേരളത്തിൻ്റെ 14ാമത്തെ ജില്ലയായി കാസർഗോഡ് രൂപം കൊണ്ടത് 1984 മെയ് 24 റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് ഉപ്പ് അഥവാ സോഡിയം ക്ലോറൈഡ്. ഉപ്പാണ് റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഖാദർ കമ്മിറ്റി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഖാദർ കമ്മിറ്റി. ചട്ടമ്പി സ്വാമികൾ സമാധിയായപ്പോൾ അനുശോചിച്ചുകൊണ്ട് സമാധി സപ്താഹം രചിച്ചത് ആരായിരുന്നു? പണ്ഡിറ്റ് KP കറുപ്പൻ. ചട്ടമ്പി സ്വാമികൾ സമാധിയായപ്പോൾ അനുശോചിച്ചുകൊണ്ട് സമാധി സപ്താഹം രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനായിരുന്നു. സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? കോൺകേവ് മിറർ. കോൺകേവ് മിററാണ് സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ. പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് സെറാമിക്സ്. സെറാമിക് ഗ്ലാസ് ആണ് പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ്. മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നത് പെട്രോളിയം. പെട്രോളിയമാണ് മിനറൽ ഓയിൽ എന്ന് അറിയപ്പെടുന്നത്. തേങ്ങാ വെള്ളത്തിലടങ്ങിയിരിക്കുന്ന ഹോർമോൺ സൈറ്റോകിനിൻ. സൈറ്റോകിനിൻ എന്ന ഹോർമോണാണ് തേങ്ങാ വെള്ളത്തിലടങ്ങിയിരിക്കുന്ന ഹോർമോൺ. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് AB പോസിറ്റീവ്. AB പോസിറ്റീവ് ഗ്രൂപ്പാണ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഹീലിയം. ഹീലിയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലാണ്. ഇൻ്റർവ്യൂ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം ആൻഡമാൻ ദ്വീപ് സമൂഹം. ആൻഡമാൻ ദ്വീപ് സമൂഹത്തിലാണ് ഇൻ്റർവ്യൂ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അരുണരക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനവ് മൂലമുണ്ടാകുന്ന അസുഖം പോളിസൈത്തീമിയ. പോളിസൈത്തീമിയാണ് അരുണരക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനവ് മൂലമുണ്ടാകുന്ന അസുഖം. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടത് CK കുമാരപ്പണിക്കർ. CK കുമാരപ്പണിക്കറാണ് വയലാർ സ്റ്റാലിൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ബ്ലാക്ക് വാട്ടർ ഫീവർ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? മലേറിയ. മലേറിയയുമായി ബന്ധപ്പെട്ടതാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന പദം. ഇന്ത്യയിലെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയിലെ ആപ്പിൾ സംസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രകാശത്തിൻ്റെ കണങ്ങൾ അറിയപ്പെടുന്നത് ഫോട്ടോൺ. ഫോട്ടോണുകൾ എന്നാണ് പ്രകാശത്തിൻ്റെ കണങ്ങൾ അറിയപ്പെടുന്നത്. സെറുസൈറ്റ് എന്തിൻ്റെ അയിരാണ്? ലെഡ്. ലെഡിൻ്റെ അയിരാണ് സെറുസൈറ്റ്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിൽ. അസ്ഥിമജ്ജയിലാണ് അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത്. ഇന്ത്യൻ നോട്ടുകളിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? 17. ഇന്ത്യൻ നോട്ടുകളിൽ 17 ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കറൻസി നോട്ടിൻ്റെ ലാംഗ്വേജ് പാനലിൽ 15 ഭാഷകളാണുള്ളത്. ഇംഗ്ലീഷും ഹിന്ദിയും ചേർത്ത് ആകെ 17 ഭാഷകളാണ് ഉള്ളത്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ ശാന്ത സിൻഹ. ശാന്ത സിൻഹയായിരുന്നു ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്.
കോഴിക്കോടാണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഐക്യ കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയായിരുന്നത് KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയായിരുന്നു ഐക്യ കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി. ഇന്ത്യയിലെ ഏത് തുറമുഖത്തെയാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖമെന്ന് പുനർനാമകരണം ചെയ്തത്? കൊൽക്കത്ത തുറമുഖം. ഇന്ത്യയിലെ കൊൽക്കത്ത തുറമുഖത്തെയാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖമെന്ന് പുനർനാമകരണം ചെയ്തത്. മദ്യനിരോധനം നിർദ്ദേശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 47. അനുച്ഛേദം 47 മദ്യനിരോധനം നിർദ്ദേശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്നത് 1.3 സെക്കൻഡാണ്. ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ക്യുമുലസ്. ക്യുമുലസ് മേഘങ്ങളാണ് ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ. മഞ്ഞ് തീനി എന്നർത്ഥം വരുന്ന പ്രാദേശിക വാദം ചിനൂക്ക്. ചിനൂക്കാണ് മഞ്ഞ് തീനി എന്നർത്ഥം വരുന്ന പ്രാദേശിക വാദം. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് BSNL നിലവിൽ വന്ന വർഷം 2000. 2000 ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് BSNL നിലവിൽ വന്നത്. മലയാളത്തിൽ ആദ്യത്തെ ശബ്ദചിത്രം ബാലൻ. S. നൊട്ടാണി സംവിധാനം ചെയ്ത ബാലൻ എന്ന ചിത്രമായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം ഘർഷണബലം. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം അറിയപ്പെടുന്നത് ഘർഷണബലം എന്നാണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഏകദേശ ഊഷ്മാവ് 120°C അഥവാ 250°F. 120°C പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഏകദേശ ഊഷ്മാവ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.